വി കോൺസ്റ്റൻ്റ്ലി ഹാവ് ടു ചെക്ക് തിങ്സ്. വിൻഡ് ഡയറക്ഷൻ അനുസരിച്ചിട്ട് സെയിൽസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതൊക്കെ നമുക്ക് അപ്പം ചെയ്യാനുണ്ടാവും. ഫ്ലൈയിങ് ഫിഷസ് ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഫ്ലൈ ചെയ്തിട്ട് ബോട്ടിൽ പിന്നെ ബോട്ടിന് രാവിലെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ബോട്ടിന് മേലേക്ക് വന്ന് കിടക്കുന്നുണ്ടാവും. നമുക്ക് ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വിൻഡെങ്കിൽ ഹെഡ് ഓൺ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. ഒരു മൂവിങ് ഒബ്ജക്റ്റ് നമ്മുടെ ആ ഡയറക്ഷനിലേക്ക് വരുന്നുണ്ടെന്ന് മാത്രമേ മനസ്സിലാവൂ, എന്താണെന്നറിയില്ല. അപ്പം ഒരു സാധനം വരുന്നുണ്ട് നമുക്ക് ബോട്ടാന്ന് പറയാം, വേറെ ഒന്നിനും വരാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ വരുമ്പോൾ പൊതുവെ ആ ഡയറക്ഷൻ അവർ മാറ്റും. പേടി എങ്ങനെ മാറാ കടലിന്റെ? എന്റെ കടലിലെ പേടി മാറിയത് എന്റെ സ്വിമ്മിങ് സ്കില്ല് ബെറ്റർ ആയപ്പോഴാണ് ആക്ച്വലി. അപ്പോൾ പറ്റില്ല. എല്ലാവരും ചോദിക്കും എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് എല്ലാം ഒരേ ദിവസം ഒരേ സൺസെറ്റ് സൺറൈസ് അല്ലേ, എന്താണ് ഇത് ബോറടിക്കുന്നത്? അല്ല, എനിക്ക് എല്ലാ ദിവസവും വേറെ വേറെ സൺസെറ്റും സൺറൈസസും എല്ലാ ദിവസവും സ്കൈ ഡിഫറെന്റ് ആണ്, ലൊക്കേഷൻ ഡിഫറെന്റ് ആണ്. കടലിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഭയങ്കരമായിട്ട് അടിഞ്ഞു കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? നിങ്ങൾ പോകുമ്പോൾ കാണുമോ? എന്നെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തത് ഇന്ത്യൻ ഓഷ്യനിൽ 3 കിലോമീറ്റേഴ്സ് അവേ, അടുത്തൊന്നും ഒരു കര പോലും ഇല്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് മേലെ കൂടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന കാണും. with RJ Rafi. ഫ്ലൈയിങ് ഫിഷസ് ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഫ്ലൈ ചെയ്തിട്ട് ബോട്ടിൽ പിന്നെ നമ്മൾ ബോട്ടിന് രാവിലെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ബോട്ടിന് മേലേക്ക് വന്ന് കിടക്കണ്ടാവും. ഫ്ലൈ ചെയ്തിട്ട് വന്നിട്ട് ഡെക്കിൽ വീണിട്ട് പാവം ചത്തുവും. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ കുറെ ഇടിച്ചിട്ട് ബോട്ടിലൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ നോക്കുമ്പോൾ ഫുൾ മാർക്സ് ആയിരിക്കും. ബോട്ടിന്റെ താഴെയൊക്കെ ഫുള്ള് ഫ്ലൈയിങ് ഫിഷിന്റെ മാർക്ക് ടക്ക് 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 എന്ന് ഇടിച്ചിട്ടുള്ള മാർക്സ്. അപ്പം ഇത്രയും ലോങ് സെയിലിംഗിൽ വരുമ്പോൾ ഫുള്ള് എൻഡ് ഓഫ് ദി ഡേ ബോട്ടിന്റെ ഹള്ളിൽ ഫുള്ള് മാർക്കായിരിക്കും. ഫ്ലൈയിങ് ഫിഷിന്റെ വേറെ വലിയ മീനിട്ട് ഓടിക്കുമ്പോഴാണ് ചാടി പറക്കാന്ന് കേട്ടിട്ടുണ്ട്. അതെനിക്കറിയാം. ലൈഫ് ഫൈല് വലിയ മീൻ വന്ന് പൊട്ടി വീഴുന്ന കാണിച്ചേക്കുന്ന പുള്ളി അങ്ങനെയുണ്ട്. സെയിലിംഗ് എങ്ങനെ ശരിക്കും? ഈ കാറ്റാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സെയിൽ ചെയ്യാം? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാ. എങ്ങനെയാണ് സെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ ടെക്നിക്കാലിറ്റി ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മെയിൻ സെയിൽ ഉണ്ടാവും. ഒരു ബോട്ടിന് നമ്പർ ഓഫ് സെയിൽസ് കുറെ ഉണ്ടാവും. ചിലപ്പോൾ മെയിൻ സെയിലാണ് ഒരു ഏറ്റവും പായ മെയിൻ പായയാണ് അതിന്റെ ഒരു മെയിൻ. മുമ്പിൽ വേറെ ഉള്ളതിന് നമ്മൾ ജിപ് ഷീറ്റ് എന്ന് പറയും. ഓക്കെ, ജിപ് സെയിൽ എന്ന് പറയും. അപ്പൊ ജിപ് സെയിൽ, പിന്നെ അതല്ലാതെ വേറെ ജെനേക്കർ എന്നൊക്കെ പറഞ്ഞ വലിയ സെയിലുണ്ട്. അപ്പം അത് വിൻഡ് ചെയ്ത് ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഓരോ സെയിൽ സെറ്റ് ചെയ്യുക. അപ്പം ആ സെയിൽ ബോട്ടിന്റെ ആ ഒരു സെയിലിനെ നമുക്ക് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും പൊസിഷൻ. അപ്പം എവിടെന്നാ വിൻഡ്, ഇപ്പം നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്, പക്ഷേ ഈ സൈഡിൽ നിന്നാണ് വിൻഡെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ സെയിലിന്റെ ഡയറക്ഷൻ നമ്മൾ മാറ്റും. അപ്പം ആ ഒരു ഡയറക്ഷൻ മാറ്റുന്ന അനുസരിച്ചിട്ടാണ് സെയിൽ മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വിൻഡെങ്കിൽ നമുക്ക് ഹെഡ് ഓൺ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ സിഗ്സാഗ് പോകണം. സ്ട്രെയിറ്റ് പോകാൻ പറ്റില്ല, പിന്നെ സിഗ്സാഗ് ആക്കിയിട്ട് പോകും. വേറെ എതിരെ കാറ്റ് വന്നാലും നമുക്ക് പോകാൻ പറ്റും. ബാക്കിൽ നിന്ന് വന്നാൽ സൈഡിൽ നിന്ന് എവിടെ നിന്ന് വന്നാലും മിനിമം ഒരു 30 ഫ്രണ്ടിൽ നിന്ന് 30 ഡിഗ്രി ആംഗിളിൽ നിന്ന്, അല്ലെങ്കിൽ ഓരോ ബോട്ടിനും ഓരോ ആംഗിൾ ഉണ്ട് കേട്ടോ വിൻഡ് ഡയറക്ഷൻ്റെ. ബട്ട് ഒരു 30-45 ഡിഗ്രീൻ്റെ ദൂരെ നിന്ന് എവിടെ നിന്ന് വന്നാലും നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച ഡയറക്ഷനിൽ പോകാൻ പറ്റും. അങ്ങനെയാണ് സെയിൽ ചെയ്യുക. ഈ ബോട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? ഇത് എങ്ങനത്തെ ബോട്ടാണ് നിങ്ങൾ പോകുന്നത്? നമ്മൾ പല ബോട്ടിലും പോകാറുണ്ട്. ഏറ്റവും എന്താ പറയുക, ബോട്ടിന്റെ സൈസ് അനുസരിച്ചിരിക്കും ഫെസിലിറ്റീസ് എന്തൊക്കെ ഉണ്ടാവും. മോണോഹൾ എന്നും പറയും, കാറ്റമറാൻ എന്നും പറയും. 2 ടൈപ്പ് ഓഫ് ബോട്ടിന്. മോണോഹൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഒരു ഹള്ള് മാത്രമുള്ള ഒരു ബോട്ട്. ഡബിൾ ഹള്ളുള്ളതാണ് കാറ്റമറാൻ. അപ്പോൾ മോണോഹളിൽ സെയിൽ ചെയ്യാൻ ഉള്ളിൽ സ്പേസ് അത്രയില്ല, കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ ചിലപ്പം സൈസ് പോലെ ഇരിക്കും. ഞാൻ സെയിൽ ചെയ്തതെല്ലാം 28 ഫൂട്ടറിന് മേലെയുള്ള ബോട്ട്സ് ആണ്. ചിലപ്പം ഒരു ക്യാബിൻ, ചെറിയൊരു കിച്ചൺ സ്പേസ്, ഇതൊക്കെ ഉണ്ടാവും. ചെറിയ ക്യാബിൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജസ്റ്റ് കയറി കിടക്കാൻ പറ്റുന്ന ഒരു സൈസ് ഓഫ് ക്യാബിൻ. ചിലപ്പോൾ 2 ക്യാബിൻ ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ ഇരിക്കണ ഒരു ഉള്ളിലൊരു ചാർട്ട് ടേബിൾ എന്ന് പറയും നമ്മൾ, ഇരുന്ന് വർക്ക് ചെയ്യണേ, VHS സംസാരിക്കേണ്ടയോ, അല്ലെങ്കിൽ ഉള്ളിൽ കുറച്ച് എല്ലാ നമ്മുടെ സ്വിച്ച് ബോർഡ്സ്, ഫുൾ പാനൽ ഉണ്ടാവും. ഫുൾ പവറിന്റെ പാനല്, ഫുൾ ഇലക്ട്രിക് സാധനങ്ങൾ, എഞ്ചിന്റെ സാധനങ്ങൾ, അതൊക്കെ ആ ഒരു ചാർട്ട് ടേബിളിന്റെ ആ ഒരു ഏരിയയിൽ ഉണ്ടാവും. ആസ് ദ സൈസ് ഗോസ് ഓൺ നമ്പർ ഓഫ് റൂംസ് കൂടും, ലക്ഷറി സാധനങ്ങൾ കുറച്ച് കൂടുതലോ. ബിക്കോസ് നമ്മൾ ചെറിയ ബോട്ടിൽ സെയിൽ ചെയ്തുകൊണ്ട് പിന്നെ വരുന്ന എന്ത് ആഡ് ഓണും നമുക്ക് ലക്ഷറിയാണ്. ഒരു അത്യാവശ്യം നല്ല റൂം എന്താണ് കാറ്റമറാനൊക്കെ ലക്ഷറിയാണ് നമുക്ക്. കാറ്റമറാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തായ്ലൻഡ് കഥ പറഞ്ഞ അത് മോണോഹോളാണ്. അതിൽ താഴെ അത് മോണോഹോൾസ് കുറേയും കൂടി എന്താ പറയാ, അത്ര സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ ഇൻ ദ സെൻസ്
വെള്ളത്തിനായിട്ട് കുറച്ചും കൂടി അതിനൊരു മൂവ്മെന്റ് ഉണ്ടാവും. ജിബൂട്ടിൽ പോയത് എങ്ങനത്തെ ബോട്ടിലാണ്? കാറ്റമറാനാണ്. ഓക്കെ. കുറെ കൂടി സ്റ്റേബിൾ ആണ്. റൂംസ് ഒക്കെ ഉണ്ട്. കുറേ കൂടി റൂംസ് ഉണ്ട്. 4 ബെഡ്റൂംസ് ഉണ്ട്. 2 വാഷ്റൂംസ് ഉണ്ട്. ഒരു ദിവസത്തെ ഒരു റുട്ടീൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാ? ഒരു നൈറ്റ് വാച്ച് അല്ലാതെ? ഓക്കെ, നൈറ്റ് വാച്ച് ഇപ്പോൾ കഴിയുന്ന ആൾക്കാർ ഇപ്പോൾ എണീക്കുന്നത് ഓരോ സമയമായിരിക്കും. അപ്പോൾ ഞാൻ നൈറ്റ് വാച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എണീക്കുന്നത് ഒരു 11 ഒക്കെ ആകുമ്പോഴായിരിക്കും. 11-12 ഒക്കെ ആകുമ്പോൾ എണീച്ച് നേരെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അപ്പം കുക്ക് ചെയ്യാം. ഫുഡ് കൊണ്ടുപോകുമോ? എന്തൊക്കെ കൊണ്ടുപോകും? നമ്മൾ ഇത്രയും ദിവസത്തേക്കുള്ള പച്ചക്കറികൾ, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ നെറ്റിൽ കെട്ടിയിടും. ബോട്ടിന്റെ വെയിൽ കൊള്ളാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ നെറ്റിൽ കെട്ടിയിടും. അതിന് ചീത്തയാവുന്ന നോക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ കുറെ ഫ്രൂട്ട്സ്, ആപ്പിൾസ്, പൈനാപ്പിള്, പംകിൻ, ഇതൊക്കെ നമ്മളിങ്ങനെ ബോട്ടിന്റെ താഴെ ഇല്ലേ, അവിടെ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു സ്റ്റോറേജസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരോ സാധനങ്ങൾ അതിന്റെ അടിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ലിമിറ്റഡ് ആയിരിക്കും പക്ഷേ എല്ലാം ലിമിറ്റഡ് ആണ്. ഇപ്പൊ ചിക്കൻ നമ്മൾ 2 ഫ്രീസേഴ്സ് ഉണ്ട് ചെറുത്. അതിൽ ഫുൾ വെക്കുന്നത് ഫ്രീസേഴ്സ് ആണ്. അതിൽ ഫുൾ വെക്കുന്ന ചിക്കനും മട്ടനും ബീഫ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അവര് സ്റ്റോർ ചെയ്യുക. എല്ലാം ഫ്രോസൺ. ടിൻ ഫുഡ് ആയിരിക്കും കേട്ടിട്ടുണ്ട്, അങ്ങനെയാണോ? ടിന്ന്, ടൊമാറ്റോ, അതൊക്കെ ടിന്നായിരുന്നു. പിന്നെ അവര് നമ്മുടെ കൂടുതലും യൂറോപ്യൻസ് ആയിരുന്നു, അതുകൊണ്ട് അവർക്ക് വേണ്ട ഫുഡ് സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഉച്ചയ്ക്ക് പാസ്ത, രാത്രി ചോറാണെങ്കിൽ അവരുടെ ടൈപ്പ് ഓഫ് കറികൾ, പംകിൻ കറി, ചോറ് അവരും കഴിക്കും. ചോറ് നോർമൽ ആയിരിക്കും. പക്ഷെങ്കിൽ കറികളുടെ ടേസ്റ്റും ഇതൊക്കെ അവർക്ക് തന്നെ ഒരു ബുക്ക് ഉണ്ട്. ഇപ്പം വേറെ ക്രൂസ് സെയിൽ ചെയ്യുന്നുണ്ട്. അവരൊരു ബുക്ക് വയ്ക്കും റെസിപ്പികൾ. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡ് നമ്മൾ അതിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. സോ അവർ ഓപ്പൺ ആയിരുന്നു. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഉണ്ടാക്കിയോ, ബട്ട് നോ സ്പൈസസ്. എരിവില്ല. അപ്പോൾ ഇത്രയും ദിവസം കുറച്ച് മുളകൊക്കെ നമുക്ക് മീൻ പിടിക്കും. മീൻ പിടിച്ചിട്ട് പക്ഷെ നമുക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല, അധികം മീൻ കിട്ടില്ല. ആകെ ഈ 19 ഡേയ്സിൽ നമുക്ക് കിട്ടിയത് 2 മീനാണ്. കടലിൽ മീൻ കിട്ടിയില്ല. ബിക്കോസ് നമ്മൾ ഫാസ്റ്റ് മൂവ് ചെയ്യുമ്പം ചിലപ്പോൾ സീസൺ ആയിരിക്കാം, ആ ഏരിയയുടെ ആയിരിക്കാം. നമുക്ക് ആകെ 2 മീനേ കിട്ടിയുള്ളൂ. പിന്നെ ഒരു കിട്ടിയ മീനാണെങ്കിൽ ഹുക്കിന്ന് ഇളകിപ്പോയി. അപ്പോൾ പിന്നെ അത് പക്ഷെ ഭയങ്കര കുറവാണ്. ബാക്കിയൊക്കെ ഇത്രയും ആൾക്കാർ മീൻ പിടിക്കും, നമുക്ക് എന്താ മീൻ കിട്ടാത്തത്? ബിക്കോസ് അപ്പം മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷറിയാണ്. ഇവരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ എടുത്തിട്ട് ജാം ആക്കി വെക്കും. ജർമൻസ് അതിനെ പുഴുങ്ങിയിട്ട് അത് മാത്രം എടുത്തിട്ട് ഒരു ജാറിലിട്ടിട്ട് പിന്നെ ബ്രെഡൊക്കെ ഉണ്ടാക്കിയാൽ അതിൽ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കും. മീൻ ജാം. അപ്പൊ നമ്മൾ ഫുൾ ടൈം മൂവിങ് ആയിരിക്കുമോ വെള്ളത്തില്? ബോട്ടിങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ നിർത്തിയിടുമോ? അങ്ങനെ നിർത്തിയിടാൻ പറ്റുമോ കടലിൽ? ഇല്ല, ഡ്രിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ആങ്കർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇന്ത്യൻ ഓഷ്യന്റെ ഡെപ്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു 3-4 കിലോമീറ്റേഴ്സ് ഡെപ്തുള്ള സ്ഥലത്ത് സ്വിം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറണ്ട് ഒന്നും അധികം ഇല്ല, അത്ര റഫ് അല്ലെങ്കിൽ നമ്മൾ ഡ്രിഫ്റ്റ് സെയിൽസ് ഒക്കെ താഴ്ത്തിയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ വെള്ളത്തിൽ ചാടി സ്വിം ചെയ്ത് ഒക്കെ തിരിച്ചു വരും. അപ്പോൾ ഒരു ക്യാപ്റ്റൻ പറയും ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വരണം, സ്റ്റാർട്ട് ബാക്ക് അറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ക്യാപ്റ്റൻസ് കമാൻഡ്. ഏതൊരു ഷിപ്പാണെങ്കിലും ഇപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിലും വേറൊരു ക്യാപ്റ്റൻ എടുക്കുകയാണെങ്കിലും ഒരു കമാൻഡ് എപ്പോഴും വേണം. ആ കമാൻഡ് എടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ടൂ മെനി കുക്ക് സ്പോയിൽ ബ്രൂക്ക് എന്ന് പറയുന്ന പോലെ കുറെ ആൾക്കാർ ഒരുമിച്ച് കമാൻഡ് ചെയ്താൽ എല്ലാം കൊള്ളാം. ഏതൊരു ബോട്ടിനും ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും. ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കണം ആരായാലും. ഇത് ആ ഏരിയയിൽ ഇങ്ങനെ ബോട്ട് നിൽക്കില്ല, ബോട്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് ആവും. നമ്മളും കൂടെ സ്വിം ചെയ്ത് മെല്ലെ അത് ഭയങ്കര സ്ലോ ആയിരിക്കും. നമ്മൾ സെയിൽസ് താഴ്ത്തു, നമ്മൾ കറണ്ട് നോക്കും. കറണ്ട് സ്ലോ ആണെങ്കിൽ ബോട്ട് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടാവും. വെള്ളം എങ്ങനെ തെളിഞ്ഞു കാണും അടിയിലേക്ക്? ഇന്ത്യൻ ഓഷ്യനിലെ വെള്ളം ഭയങ്കര ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എത്രയും ബ്ലൂ വാട്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ശരിക്കും ബ്ലൂ വാട്ടേഴ്സ് ആണോ? ഭയങ്കര ഡീപ്പ് ബ്ലൂ, ഡെപ്ത് കൂടുതലുള്ളതുകൊണ്ട് ആ ഒരു വേറെ കൺട്രീസ് മാൽഡീവ്സിലൊക്കെ കാണുന്ന ഒരു ഗ്രീനിഷ് ടെർക്കോയിഷ് കളറല്ല. ടെർക്കോയിഷിന് പകരം ഒരു ബ്ലൂ. എനിക്കൊന്നും എൻ്റെ ഒരു വീഡിയോയിൽ അണ്ടർ വാട്ടറിൻ്റെ ഒരു സ്വിമ്മിങ് വീഡിയോ ഉണ്ട്. അതിൽ ആ ഒരു ബ്ലൂ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസിലൊന്നും എനിക്ക് ഇത്ര പോലും വലിപ്പിക്കാൻ പറ്റുന്നില്ല. എന്താ കാണുന്നത്? ജിബൂട്ടി പോകുന്ന വഴിയാണ് ഒരു അണ്ടർ വാട്ടർ വീഡിയോ അല്ലേ, അത് കുറച്ച് മുമ്പാണ്. ജിബൂട്ടി ഇപ്പോൾ പോയിട്ട് ബ്ലൂ സീ ബ്ലൂ വാട്ടേഴ്സ് കുറെ സ്ഥലത്തുണ്ട്. ബട്ട് ഡെപ്ത് കൂടുന്നതോറും ആ ബ്ലൂവിന്റെ ഡീപ്നെസ് കൂടും. ഒരു അവിടെ വലിയ മീനൊക്കെ വരില്ലേ നിങ്ങൾ പോകുമ്പോ? ഇല്ല, മീനൊന്നും കണ്ടിട്ടില്ല. ഇല്ല. പിന്നെ ഈവനിങ്സിലാണ് ഷാർക്ക് വരാന്നൊക്കെ പറയും. പിന്നെ ഈ കടൽ ജീവികളൊക്കെ നമ്മൾ ഈ സിനിമയിൽ കാണിച്ചിട്ട് ഈ പിറാനയും അല്ലെങ്കിൽ ഈ കടൽ ജീവികളൊക്കെ ഭയങ്കര ക്രൂരന്മാരായിട്ട് ഇവര് ചിത്രീകരിച്ചിരിക്കുകയാണ്. പക്ഷെ അവർക്ക് പാവങ്ങളാണ്. നമ്മൾ ത്രെട്ടാന്ന് തോന്നി കഴിഞ്ഞാലാണ് അത് കൂടുതൽ അറ്റാക്ക് ചെയ്യുക. ചാടുമ്പോ നിങ്ങൾ ഇന്ത്യൻ ഓഷ്യനിൽ ചാടുമ്പോ എന്താ കണ്ടേ? അണ്ടർ വാട്ടർ എന്തൊക്കെ കണ്ട്? ഒന്നുമില്ല, ഡെപ്ത് ആണല്ലോ. അത്രയും 3-4 കിലോമീറ്റേഴ്സ് ഡീപ്പുള്ള സ്ഥലത്ത് ലിറ്ററലി ഒന്നുമില്ല, ജസ്റ്റ് വെള്ളം. ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ. അതൊക്കെ നമ്മളൊരു എനിക്ക് അത്ര ഫ്രീ ഡൈവിങ്ങിന് ഡെപ്ത് മിനിമം എത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ച് മീറ്റേഴ്സേ പോകാൻ പറ്റുള്ളൂ.
അപ്പോൾ ഫ്രീ ഡൈവിംഗ് അല്ല ഇത്. ഫ്രീ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോപ്പ് ഇട്ടിട്ട് താഴെ പോണ സെറ്റപ്പാണ്. പക്ഷെ ഇത് ജസ്റ്റ് നോർമൽ ഡൈവ് ചെയ്തിട്ട് നമുക്കൊരു പോകാൻ പറ്റുന്ന ഒരു പ്രഷർ എടുക്കാൻ പറ്റുന്ന ഡെപ്ത് ഉണ്ട്. അത്ര കുറച്ചൊക്കെ ഞാൻ പോകുള്ളൂ. കൂടെയുള്ള ഒരു ചെക്ക് റിപ്പബ്ലിക് ഗൈഡ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അയാൾക്ക് കുറേ ഡെപ്തിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ നമ്മൾ മേലെ നിന്നിട്ട് അയാൾ പോകണത് ഇങ്ങനെ എൻജോയ് ചെയ്യണം. സോ ഐ ആം ഓൾസോ വർക്കിംഗ് ഓൺ ദറ്റ് സ്കിൽ. താഴേക്ക് പോകാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആണുള്ളത് അല്ലേ, കടലില് ഇന്റർനാഷണൽ. അതെ, നോട്ട് അണ്ടർ എനിവൺസ്. അപ്പൊ ഇതിൽ ഓരോ രാജ്യത്തിന്റെ ടെറിട്ടറിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടുത്തെ റൂൾസ് എന്തൊക്കെയാണ്? ഇങ്ങനെ പോകാൻ പറ്റും ആർക്കും? പോർട്ടിന്റെ രേഖകൾ വേണോ? എങ്ങനെയാ പോവാ? ലൈസൻസ് വേണം? ലൈസൻസ്. സോ ബോട്ട് എൻ്റർ ചെയ്യുമ്പം ഇപ്പോൾ ഒരു ടെറിട്ടോറിയൽ വാട്ടറിൽ എൻ്റർ ചെയ്യുമ്പം ഓഫ് കോഴ്സ് അതിന്റെ ഫസ്റ്റ് കോസ്റ്റ് ഗാർഡ് വിളിച്ച് ചോദിക്കും എന്താണ് ഇന്റൻഷൻ എന്താണെന്ന് അറിയാൻ. അവിടെ കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് നിയറസ്റ്റ് എത്തുമ്പോഴേക്കും എന്തായാലും ഒരു കോൾ വരും. ലൈക്ക് എന്താണ് അത് ഭയങ്കര ക്ലോസ് ആകും. ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ നിന്ന് ലാൻഡിന് ക്ലോസ് ആകുമ്പോഴേ ഇതൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നിയറസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതാണെങ്കിൽ ദേ ഡോണ്ട് ആസ്ക് സോ മെനി ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിൽ ആക്ച്വലി നല്ലോണം ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വെന്യൂ അല്ലെങ്കിൽ ഒരു പോർട്ടിൽ നിന്ന് പുറത്തോ അകത്തോ വരുമ്പോഴേക്കും നമുക്ക് കോസ്റ്റ് ഗാർഡിന് കോൾ വരും. നമ്മൾ ഇന്ന ബോട്ട് ഇന്ന സ്ഥലത്തേക്ക് സെയിൽ ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ ക്ലിയറൻസ് കിട്ടിയിട്ടേ നമുക്ക് ഇൻ ആൻഡ് ഔട്ട് പോകാൻ പറ്റുള്ളൂ. ക്ലിയറൻസ് ഇല്ലെങ്കിൽ വി കനോട്ട് ഗോ. അവിടെ കിടക്കും. കടലിൽ ആരൊക്കെ കാണും? കടലില് മലയാളികളെ പിന്നെ കടലിൽ കണ്ടായിരുന്നോ പോകുന്ന വഴിക്ക്? കടലിൽ ആരൊക്കെ കുറവ്. ഐ വിഷ് അടുത്ത ഒരു 10 വർഷത്തിൽ കുറെ മലയാളികൾ കമ്മ്യൂണിറ്റി സെയിലേഴ്സ്. അല്ലാതെ കടലിൽ നമ്മൾ പോകുമ്പോൾ വേറെ ബോട്ടുകൾ കാണുമോ? ഇന്ത്യൻ നമ്മൾ ഈ ഒരു ജിബൂട്ടി യാത്രയിൽ ആരെയും കണ്ടിട്ടില്ല. നമ്മൾ ആകെ കണ്ടത് ഒരു ഫിഷിംഗ് ബോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തു. അത് സൊമാലിയൻ തീരത്തിന് അടുത്താണ് അപ്രോച്ച് ചെയ്തത്. അപ്പൊ നമ്മൾ ഫിഷിംഗ് ബോട്ടാന്ന് അപ്പം അറിയില്ല. അപ്പൊ ഒരു ടെൻഷൻ, അവരിങ്ങനെ ദൂരെ നിന്ന് വരുന്നതാണെന്നുണ്ട്, ആരാണെന്ന് മനസ്സിലാവുന്നില്ല. സോ AIS എന്ന് പറഞ്ഞാൽ നമുക്ക് പൊസിഷൻ മാർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു ഇതുണ്ട്, GPS പോലെ AIS എന്ന് പറയും. അപ്പം അതിൽ AISൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഏതൊക്കെ ഷിപ്സ് ആണ് അടുത്തുള്ളത്. ഇത്ര നോട്ടിക്കൽ മൈൽ ഇത്ര ഷിപ്സ് ഉണ്ട്, അടുത്തുള്ളവരൊക്കെ അറിയാൻ പറ്റും. അപ്പം അതിൽ നോക്കുമ്പോൾ നമുക്ക് അതിലൊക്കെ ഷിപ്സിനൊക്കെ പേരുണ്ടാവും. ഇന്ന കൺട്രി, ഇത്രയും നമ്പർ ഓഫ് ആൾക്കാർ, ചൈനീസ് കമ്പനി, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ അൺഓത്തറൈസ്ഡ് ബോട്ട്സ് വന്നു കഴിഞ്ഞാൽ ഒരു മൂവിങ് ഒബ്ജക്റ്റ് നമ്മുടെ ആ ഡയറക്ഷനിലേക്ക് വരുന്നുണ്ടെന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്താണെന്നറിയില്ല. അപ്പം ഒരു സാധനം വരുന്നുണ്ട് നമുക്ക് ബോട്ടാന്ന് പറയാം, വേറെ ഒന്നിനും വരാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു അതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് അത് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ വരുമ്പോൾ പൊതുവെ ആ ഡയറക്ഷൻ അവർ മാറ്റും. നമ്മളെ ഇങ്ങനെ സ്ട്രേറ്റ് നമ്മളെ കൊലീഷൻ കോഴ്സിൽ വരില്ല. കൊലീഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ അവരും നമ്മളും ഇനി ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ എന്തായാലും മീറ്റ് ചെയ്യും. അപ്പൊ അത് മാറ്റാണ്ടിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഹീ ഈസ് കമ്മിങ് ക്ലോസ് ടു അസ്. അപ്പം ഇവര് ഒരു 2 മണിക്കൂറായിട്ട് നമ്മളിങ്ങനെ ബൈനക്കുലറിന് അവരെ മനസ്സിലാവുന്നില്ല എന്താന്ന്. പക്ഷെ അത്രയും ദൂരെ നിന്ന് കാണുന്നുണ്ട് അത് വരുന്നുണ്ട്. ഒരു 1 hour കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറുതായിട്ട് മനസ്സിലായി ഫിഷിംഗ് ബോട്ടാണ്. അപ്പൊ ഒരു പേടി വന്നു, ഇതിലിപ്പോ വല്ല പൈററ്റ്സ് ആണോ? ബിക്കോസ് ആ ഒരു ഏരിയയില് സൊമാലിയൻ കോസ്റ്റിൽ ഇതുവരെ പൈററ്റ്സ് ഉണ്ട്. പക്ഷേങ്കിൽ സ്മോളർ ബോട്ട്സിന് ഇതുവരെ പിടിച്ചതായിട്ട് ഇല്ല, ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സെയിൽ ബോട്ട് ക്യാപ്ചർ ചെയ്തതോ, ബിക്കോസ് അതിൽ അവർക്കൊന്നും കിട്ടാനില്ല. അവർ വലിയ ഷിപ്സിനെയാണ് കൂടുതലും ക്യാപ്ചർ ചെയ്യുക. ആൻഡ് ഇന്ത്യൻസ് ഉള്ളതിനും അവർ പുതിയ പിടിക്കില്ല. അപ്പോ ഒന്നും കിട്ടൂല അങ്ങനെയല്ല, പൊതുവെ അവര് ഈ ടാർഗറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് കൺട്രീസും അവരുടെ ഷിപ്സും ഉണ്ട്. ബൾക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് സർപ്ലസ് സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് അവർക്ക് കാര്യമുള്ളൂ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. തെഫ്റ്റിനെയും കടലിൽ നമ്മള് പൈറസി എന്നാ പറയുന്നത്. അപ്പം ഏതൊരു ബോട്ട് വന്നിട്ടും കത്തി കാണിച്ചിട്ട് അപ്പൊ അവര് നമ്മളടുത്ത് എന്താണ് ലാപ്ടോപ്പ്, നമ്മുടെ ഫോൺസ്, ഷിപ്പിന്റെ എക്യുപ്മെന്റ്സ് ഇതൊക്കെ ചോദിച്ചു പോയാൽ അവർക്ക് കാശാണ്. അതെ, ആ ഒരു പേടി. ഓരോ ചെറിയ ഫിഷിംഗ് ബോട്ട്സ് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു. അവസാനം ആരായിരുന്നു അത്? കോസ്റ്റിന് അടുത്തെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഫിഷിംഗ് ബോട്ടാണ്. ഏറ്റവും എക്സൈറ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഇന്ത്യന്റെ ഫ്ലാഗും തമിഴിയൻസിന്റെ ഒരു ഫിഷിംഗ് ബോട്ട്. അപ്പൊ അവര് സെയിലല്ല, അവരുടെ മദർ വലിയ ഫിഷിംഗ് ബോട്ട് ഉണ്ടാവും. അതിൽ ചെറിയ ചെറിയ ബോട്ട്സ് അവർ ആക്ച്വലി ലോഞ്ച് ചെയ്തിട്ട് ഫിഷിങ്ങിന് പോകും. അപ്പം അതിന്റെ കൂടെ വന്ന ആരുമാണ്. അപ്പൊ അവര് ഈ ഫോറിൻ ബോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ ലിക്കർ ഉണ്ടോ, ബിയർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നതാണ്. അപ്പൊ അവരിങ്ങനെ വന്നപാട് തന്നെ ചോദിച്ചു ബിയർ ഉണ്ടോ, കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ നമ്മള് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇന്ത്യൻസിനെ നമ്മുടെ രാജ്യക്കാരെ കണ്ടപ്പോ സന്തോഷം തോന്നി. നമുക്ക് ആക്ച്വലി അവര് ആദ്യം വരുന്നത് ഒരു പേടിയായിരുന്നു, പിന്നെ അവര് ഇന്ത്യൻ ഫ്ലാഗ് കണ്ടപ്പോ ഒരു സമാധാനം വന്നു. കടലിന്റെ പേടി എങ്ങനെ മാറാ? ഇപ്പം രാത്രി ഒറ്റയ്ക്ക് ഇന്ന് വാച്ച് ചെയ്യണം. അതെനിക്ക് ഷിപ്പിൽ നിന്ന് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നടന്നു പോയിട്ട് ആ ഫ്രണ്ടിൽ നിന്ന് ഷിപ്പ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൽ ബിൽഡിങ്സ് ഉണ്ട്, അക്കോമഡേഷൻ്റെ ബിൽഡിങ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഡോറ് ക്ലോസ് ചെയ്താൽ പിന്നെ ഫുൾ ഡാർക്കാണ്.
അപ്പോൾ പെട്ടെന്ന് മേലേക്ക് ബ്രിഡ്ജിലേക്ക് പോകണമെങ്കിൽ ബാക്കിലേക്ക് കൂടി സ്റ്റെപ്പ് കയറിയിട്ട് വേണം മേലേക്ക് പോകാൻ. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ഏതൊരു സിനിമയിൽ നവ്യ നായർ ഓടുന്നുണ്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട്. ഞാൻ ഫസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ഇരുട്ട് പേടിയായിട്ട് ഞാൻ ഫസ്റ്റ്, എനിക്ക് ഇരുട്ട് പൊതുവെ പേടിയൊന്നുമില്ല, പക്ഷെ വെറുതെ ഒരു ചൈൽഡ്ഹുഡിൽ നിന്നും ഇതുവരെ കിട്ടാത്തൊരു സാധനമാണല്ലോ. വൂ എന്നുള്ള സൗണ്ടും ഷിപ്പിൽ ഭയങ്കര ലാർജ് എക്സോസ്റ്റിന് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ വൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ടാണ് നമ്മൾ ബാക്ക് അക്കോമഡേഷനിൽ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ശബ്ദം കാരണം പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ മേലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓടിയ ആളാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് കടലിൽ കൂടെ പോണേ. പേടി എങ്ങനെയാ മാറാ കടലിന്റെ? എൻ്റെ കടലിന്റെ പേടി മാറിയത് എൻ്റെ സ്വിമ്മിങ് സ്കില്ല് ബെറ്റർ ആയപ്പോഴാണ് ആക്ച്വലി. അപ്പോൾ പറ്റില്ല, പക്ഷേങ്കിൽ കടലിലായിട്ട് നീന്തൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് കാരണമാണ് എൻ്റെ പേടി പോയത്. ഫസ്റ്റ് ഞാൻ ആദ്യമൊക്കെ കഷ്ടപ്പെട്ട് നീന്തലൊക്കെ പഠിച്ച് സർഫ് ചെയ്യാൻ തുടങ്ങി. സർഫ് ചെയ്യുമ്പോൾ നമ്മളെ കടൽ കുറച്ച് സമയം വേവ് കുറച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഒരു സർഫ് അറ്റംപ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ വലിയ വേവ് ആണെങ്കിൽ കുറച്ച് സമയം അതിൻ്റെ അകത്തുണ്ടാവും, ഒരു ഫ്യൂ സെക്കൻഡ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു 10-20 സെക്കൻഡ്സ് ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സാധനമാണ് എൻ്റെ കടലിൽ വീണാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഫിയർ മാറ്റിയത്. ആ ഒരു ഫിയറിന് ശേഷമാണ് പിന്നെ രാത്രിയും സെയിലിംഗ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കെയർഫുള്ളായി കഴിഞ്ഞ് നാവിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഒരു ഫിയർ എനിക്കൊന്ന് ഓരോ ടൈമിൽ ഞാൻ അച്ചീവ് ചെയ്തതാണ്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരു ഒന്നും കാണാത്ത പിച്ച് ഡാർക്ക് കടലിനോടുള്ള പേടി എങ്ങനെ മാറും? അതിപ്പോഴും ഉണ്ട്. കടൽ അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. ഇത്രയും വാസ്റ്റ് ആയിട്ട് നമ്മുടെ ലോകത്ത് 70% കടലാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റാൻഡ് ആയാൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലല്ലോ. അപ്പം ചില പോയിന്റിൽ പേടി വരും. ദൂരേക്ക് നോക്കുമ്പോൾ എന്താ കാണാ? രാത്രി ഒന്നും കാണില്ല. ദൂരെ ഷിപ്പോ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നാവിഗേഷൻ്റെ ലൈറ്റ് മാത്രം ഇങ്ങനെ ചെറുതായിട്ട് കാണും. പക്ഷേങ്കിൽ അല്ലാതെ നല്ല മൂൺലൈറ്റ് ആണെങ്കിൽ അതൊരു വേറെ ഒരു സ്കൈ ആണ്. നല്ല മൂൺലൈറ്റ് ആണെങ്കിൽ ആ കടലിലെ വേവ്സും സെയിം സാധനം. പിന്നെ എല്ലാവരും ചോദിക്കും എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് എല്ലാം ഒരേ ദിവസം ഒരേ സൺസെറ്റ് സൺറൈസ് അല്ലേ, എന്താണ് ഇത് ബോറടിക്കുന്നത്? അല്ല, എനിക്ക് എല്ലാ ദിവസവും വേറെ വേറെ സൺസെറ്റാണ്. സൺസെറ്റും സൺറൈസസും എല്ലാ ദിവസവും സ്കൈ ഡിഫറെൻ്റ് ആണ്, ലൊക്കേഷൻ ഡിഫറെൻ്റ് ആണ്, വിസിബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പം എനിക്കത് കളേഴ്സ് ഡിഫറെൻ്റ് ആണ് സ്കൈയുടെ. കടലിൽ നിന്ന് ഒരു ദിവസം പിങ്ക് സ്കൈ ആണെങ്കിൽ ചില ദിവസം ഓറഞ്ച് സണ്ണൊക്കെ ആയിരിക്കും. അതായത് ഓരോ ദിവസം ഓരോരോ എക്സ്പീരിയൻസ്. മൗണ്ടൻസ് മീറ്റ് സീ, ഇതാണ് മൗണ്ടൻ മീറ്റ് സീ, ഇതാണ് അമൃതയുടെ കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനി എന്താ ചെയ്യണത്? ട്രാവൽ കമ്പനിയാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻസിൽ കൂടുതലും സെയിലിംഗ് എത്തിക്കണം എന്നുള്ളൊരു മിഷനിൽ ഞാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ പാർട്ട്ണർ നിഷിത, അവള് മൗണ്ടനിയർ ആണ്. അപ്പോൾ അവള് കൂടുതലും റോ ആയിട്ട് മൗണ്ടൻ ക്ലൈംബ് ചെയ്യുക, ഹൈക്ക് ചെയ്യുക, മൗണ്ടനിയറിംഗ് ഒക്കെ മലകളിലേക്ക് കൊണ്ടുപോകുന്ന ആളും ഞാൻ കൂടുതൽ കടലിൽ പോകുന്ന ആളും. ഷീസ് മൈ കസിൻ. അപ്പോൾ നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്തപ്പം ഷീ സെഡ് എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഞാൻ പറഞ്ഞു എനിക്കും, വൈ ഡോണ്ട് വി സ്റ്റാർട്ട് സംതിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടാണ് മൗണ്ടൻ മീറ്റ് സീ. സോ ഷീ ഈസ് ദ മൗണ്ടൻ ആൻഡ് ഐ ആം ദ സീ ആണ് കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ സെയിലിംഗിന് കൊണ്ടുപോകും? സെയിലിംഗിന് കൊണ്ടുപോകും. ഒരു സെയിലർക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് കടലിൽ ആ ഒരു അതിനുള്ളൊരു ഇൻട്രസ്റ്റ്, അതാണ് ഫസ്റ്റ് വേണ്ടത്. ചെയ്യണം എന്നുള്ളൊരു താല്പര്യം. ബിക്കോസ് ഇതൊന്നും നമുക്ക് ചെറുപ്പം തൊട്ട് കേൾക്കാത്തൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ കേൾക്കാത്തൊരു പാഷനാണല്ലോ. അപ്പം ആദ്യം ഒരു അത് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ആണ് ഫസ്റ്റ് സാധനം. ഇപ്പം ഇതൊക്കെ എന്തിനാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പോയിന്റ്ലെസ്. ദെൻ പ്രാക്ടീസ്. നമ്മൾ നിയറസ്റ്റ് ഇന്ത്യയിൽ ഇപ്പോൾ സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് കുറേ സെയിലിംഗ് ക്ലബ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ബേസിക് സെയിലിംഗ് പഠിക്കുക, ചെറിയ ബോട്ടിൽ സെയിലിംഗ് പഠിക്കുക, പിന്നെ സ്ലോലി ബിഗർ സ്റ്റെപ്പിലേക്ക് പോവുക. അമൃതയുടെ സെയിലിംഗ് കമ്പനി മൗണ്ടൻ മീറ്റ്സ് സീയിലൂടെ നമുക്ക് സെയിലിംഗിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? പിന്നെ വൈ നോട്ട്. നിങ്ങൾക്ക് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ സെയിലിംഗ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതായത് നമ്മളൊരു 4 days 5 days ട്രിപ്പ് ഒക്കെ കൊണ്ടുപോകാം. ഇപ്പോൾ ഒരു കൺട്രി പോവുകയാണെങ്കിൽ തായ്ലൻഡിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലൊക്കെ കവർ ചെയ്ത് ഓരോരോ ഐലൻഡ് പോയി. അപ്പോൾ മൗണ്ടൻ മീറ്റ്സ് അങ്ങനെയാണ് ആ പേരും. നമ്മൾ ആ ഐലും നമ്മൾ മൗണ്ടൻ എക്സ്പീരിയൻസ് കൊടുക്കും. പക്ഷേ കമേഴ്ഷ്യൽ സ്ഥലങ്ങൾ കൊണ്ടുപോകാതെ ആൾക്കാരില്ലാത്ത ഹിഡൻ സ്ഥലങ്ങളൊക്കെ പോകാനാണ് നമ്മൾ കൂടുതൽ നോക്കുക. നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുക. അപ്പം സെയിൽ ചെയ്ത് ആരും പോവാത്ത ഐലൻഡ്സ് പോവാ. നമ്മൾ ബോട്ടിൽ കയാക്ക്, സ്നോർക്കലിംഗ് കിറ്റ്, സ്റ്റാൻഡപ്പ് പാഡില്. അപ്പോൾ ആൾക്കാർ നീന്താൻ അറിയാത്ത ആൾക്കാർ ലൈഫ് ജാക്കറ്റ് ഇടും. കടലിൽ ഇറങ്ങുമ്പോൾ ലൈഫ് ജാക്കറ്റ് അറിയാത്ത ആൾക്കാർക്കും സെയിൽ ചെയ്യാം. സെയിലിങ്ങിന് നീന്താൻ അറിയണം നിർബന്ധമില്ല. ബട്ട് ഞാൻ പറഞ്ഞ പോലെ നീന്താൻ അറിയെങ്കിലും ഫിയർ കുറച്ച് കുറവായിരിക്കും. ഫിയർ ഇല്ല ആൾക്കാർ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ഇറങ്ങാം. അപ്പം ഇങ്ങനെ എന്നിട്ട് ഓരോ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യുക, തിരിച്ചു വരിക, ബോട്ടിൽ ജീവിക്കുക. കുക്ക്, ഞാൻ പറയാം എന്താണ്, വി ലിവ് ഓൺ ബോർഡ്, കുക്ക് ഓൺ ബോർഡ്.
ക്യാപ്റ്റൻ ഞാനാണ് ആവാറ്, പക്ഷേങ്കിൽ നമ്മൾ ഇനീഷ്യൽ ട്രിപ്പ് നമ്മളിപ്പോൾ 4 ട്രിപ്പ് നടത്തിയുള്ളൂ. അപ്പോൾ ലോക്കൽ പൈലറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഓൾസോ ലോക്കൽ പൈലറ്റ് എന്നാണ് ലോക്കൽ ക്യാപ്റ്റൻ നമ്മൾ വിളിക്കുക. അപ്പോൾ അയാൾക്ക് ഇൻസൈഡിലുള്ള റൂട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഉണ്ട്, ഇന്ന സ്ഥലത്ത് അതൊക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ലോക്കൽ പൈലറ്റിനെ എടുക്കും, പിന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അയാൾക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഞാൻ സെയിൽ ചെയ്യും. അങ്ങനെ. സൂപ്പർ. ഇപ്പോൾ നമ്മൾ സർക്കം നാവിഗേഷൻ എന്നല്ലേ പറയാം, കടലിൽ കൂടെ ഇങ്ങനെ ലോകം ചുറ്റുന്നതിന്. അഭിലാഷ് ടോമിയാണ് നമുക്കറിയാവുന്ന മലയാളി അതിന് അറ്റംപ്റ്റ് ചെയ്ത ഇൻസ്പിറേഷൻ. പുള്ളിയായിട്ട് കണക്റ്റഡ് ആണോ? പുള്ളിക്ക് ഞാൻ എക്സൈറ്റ്മെന്റ് കാരണം ഒരു വാട്സാപ്പിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് വെരി ഫ്രണ്ട്ലി. അപ്പം തന്നെ റിപ്ലൈ ചെയ്തു. ആൻഡ് ഹി സെഡ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഓൾ. അപ്പം നമ്മൾ ഇതൊന്നും അറിയാണ്ട് ഈ റൂട്ടിൽ എത്തിപ്പെട്ടെ ഞാൻ ആയതുകൊണ്ട് അഭിലാഷ് ടോമി സാറിൻ്റെ കയ്യിൽ നിന്നൊരു മെസ്സേജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ബിഗ് വിൻ. ശ്രീലങ്കയിൽ നമ്മൾ വെയിലിനെ കാണുന്ന ഒരു വീഡിയോ ഉണ്ട്. വെയിലിങ്ങനെ ചീറ്റുന്നു, അതിന് മറ്റേ വെയിലിന്റെ ശബ്ദം അതിൽ കേൾക്കുന്നുണ്ട്. അത് സിനിമയിൽ നിന്ന് എടുത്താണ്? അല്ല, അത് നമുക്ക് കേൾക്കാം, പക്ഷെ ആൾക്കാർ കുറെ ഉള്ളത് കൊണ്ട് ആൾക്കാരുടെ ശബ്ദമായിരുന്നു ആ ഓഡിയോയില്. ഞാൻ വേറെ ഓഡിയോ തിമിംഗലത്തിന്റെ കാണുന്ന ഫീൽ എന്താണ് കടലിൽ വെച്ച്? അതൊരു വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാൻ പറ്റുന്ന ഇന്ത്യൻസിന് ശ്രീലങ്കയായിരിക്കും ഏറ്റവും നിയറസ്റ്റ്. അപ്പോൾ നമ്മൾ മൗണ്ടൻ ബീച്ചിൽ ശ്രീലങ്കയിൽ വെയിൽ വാച്ചിങ് എന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പം ശ്രീലങ്കയിലെ ഹൈക്കിങ്ങും കാര്യങ്ങളും അതിന്റെ കൂടെ വെയിൽ വാച്ചിങ്ങും സർഫിങ്ങും ഇതൊക്കെ കൊടുക്കുന്ന നമ്മൾ ആക്ടിവിറ്റി ഡ്രിവൺ ട്രിപ്പാണ് കൂടുതൽ കൊണ്ടുപോകുക. അപ്പോൾ വെയിൽ വാച്ചിങ് അതിലൊരു മെയിൻ ആണ്. അപ്പം തിമിംഗലത്തിനെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 99% കാണാൻ ചാൻസ് ഉള്ള സ്ഥലം ശ്രീലങ്കയാണ്. ആ ഒരു സീസൺ ഉണ്ട് കേട്ടോ. വെയിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു സീസണിൽ പോയി കഴിഞ്ഞാൽ കാണുമ്പോൾ എന്താ ഫീല്? പിന്നെ ഒന്നും എനിക്ക് സങ്കടം തോന്നും. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര കൊമേഴ്ഷ്യൽ ആക്കിയിട്ട് ആൾക്കാരെല്ലാരും അതിനെ സ്കെയറി ആണോന്ന്. കുറെ ബോട്ട്സ് ഉണ്ടാവും ശ്രീലങ്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ. യു കെൻ സീ എ ലോട്ട് ഓഫ് ബോട്ട്സ്. അപ്പൊ അതിന് അത്രയും മോട്ടറിന്റെ ശബ്ദമൊക്കെ കാരണം പേടിയാവില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. കടല് പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ സെയിലർ അമൃത എന്ത് പറയും? കരയെ സ്നേഹിക്കാൻ, കൂടുതൽ ട്രാവൽ ചെയ്യുക, കൂടുതൽ മലകൾ കയറുക, കൂടുതൽ ഹൈക്ക് ചെയ്യുക. ഓൾസോ കടൽ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, ലെസ് ഈസ് മോർ. നമുക്ക് ഇത്ര ലിമിറ്റഡ് സാധനങ്ങൾ വെച്ച് ജീവിക്കാൻ പറ്റുന്ന തന്നെ പഠിപ്പിച്ച കടലാണ്. നമുക്ക് ഇത്രയും കുറെ ഫാൻസി സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെ പഠിപ്പിച്ചത് കടലാണ്. ഓൾ വി നീഡ് ഈസ് ലൈക്ക് ഫ്യൂ ക്ലോത്ത്സ് ആൻഡ് ഫ്യൂ തിങ്സ് ടു സർവൈവ്. ആൻഡ് പിന്നെ പ്ലാസ്റ്റിക്സിന്റെ യൂസേജ്, ഞാനിപ്പം ഈ ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്യുന്നതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ബിക്കോസ് അത് എനിക്ക് പോയി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ തന്നെ അവർ കഴുകാം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ മാറ്റി കടല് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്. കടലിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഭയങ്കരമായിട്ട് അടിഞ്ഞു കൂടുന്നുണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ പോകുമ്പോൾ കാണുമോ? എന്നെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തത് ഇന്ത്യൻ ഓഷ്യനിൽ 3 കിലോമീറ്റേഴ്സ് അവേ, അടുത്തൊന്നും ഒരു കര പോലും ഇല്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് മേലെ കൂടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന കാണും. അത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ്. അത് നമുക്കൊന്ന് റീച്ച് ചെയ്ത് എടുക്കാനും പറ്റില്ല. എന്നാൽ നമ്മൾ മനുഷ്യന്മാരുടെ ഇമ്പാക്ട് പ്രോപ്പർലി കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇത്രയും ദൂരത്ത് അത് എത്താൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇമ്പാക്ട് എന്താണ് ഇവിടുന്ന് നമ്മൾ കൊച്ചിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇന്ത്യൻ ഓഷ്യനിൽ എവിടെയോ കറങ്ങി നടക്കണമെന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ ഈവൻ തായ്ലൻഡ് പോവാണെങ്കിൽ വേറെ ഏതൊരു കൺട്രീസ്, ഏഷ്യൽസ്, ഈസ്റ്റ് ആഫ്രിക്കയിലെ കൺട്രീസിൽ പോവാണെങ്കിലും ഇത്രയും പ്രസ്റ്റീനായിട്ട് നമുക്ക് തോന്നും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന കടലിൽ നമ്മൾ ചില കോർണറിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് വന്ന് അടിഞ്ഞു കിടക്കുന്നത് ആ ഒരു കോർണറിലായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് കളയണതും അവിടെ പോയി ഇങ്ങനെ ഡെപ്പോസിറ്റായി ആയിട്ട് കാണുന്നത് ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ട്രാവലിൽ കൂടിയും ഞാൻ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പറയും, പറ്റുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിക്കാതെ വാങ്ങിക്കാതെ റീഫിൽ ചെയ്യൂ. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, ലോക്കൽ വെൻഡേഴ്സിന് നമ്മളിപ്പം ട്രിപ്പിൽ പോകുമ്പം നമുക്ക് ലേസും പാക്കറ്റ്സും വാങ്ങിച്ച് കഴിക്കാൻ ടെൻഡൻസി കൂടുതലാണ്. അതിൻ്റെ പകരം എന്തുകൊണ്ട് നമുക്ക് അവിടെ ലോക്കൽ വെണ്ടർ തരുന്ന പൈനാപ്പിളോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചൂടാ? വിശക്കുമാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൺ വേണ്ടിയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാനോ ലോക്കൽ വെണ്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനോ ഞാൻ കൂടുതലും ആസ് എ ട്രാവൽ കമ്പനി ഓണർ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം കറൻ്റ്ലി നമ്മൾ ട്രാവൽ വിത്ത് അസ് എന്ന് പറയുന്ന ട്രിപ്സും അല്ലാതെ ആൾക്കാർക്ക് പാക്കേജസാണ് സെല് ചെയ്യണത്. അപ്പം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ആൾക്കാരെ ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഗ്രേറ്റ്. നമ്മൾ കടലിൽ ഇത്രയും കാലം ജീവിക്കാൻ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണ്ടേ? സെയിൽ ഹാൻഡിൽ ചെയ്യണം. അതെ, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം കഷ്ടപ്പെടണം. അപ്പോൾ ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഔട്ട്ഡോർ ആക്ടിവിറ്റിയുടെ ആളാണ്. റീസെന്റ് ആണ് ഇപ്പം ഫിറ്റ്നസും വെയിറ്റ് ട്രെയിനിങ്ങിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് കൂടുതലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ പായ കെട്ടുമ്പോൾ ഓരോന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ ബോട്ടിൽ ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും അല്ലേ കടലില്? അത് തന്നെ നമ്മൾ ഫിറ്റ് ആക്കൂലേ?
അത് ഫിറ്റാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ്, ചെറിയ ബോട്ടാണ്, റേസ് ബോട്ടാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സും ഭയങ്കരമായിട്ട് ഫിസിക്കൽ എജിലിറ്റിയും വേണം, പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യണം. റേസ് ബോട്ട്സിൽ സ്പെഷ്യലി ഞാൻ റേസിങ്ങും ചെയ്യാറുണ്ട്. ബട്ട് ഇപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഞാൻ റേസിങ് ആ ഒരു ഇതിലോട്ട് ഇറങ്ങിയത്. അത് കംപ്ലീറ്റ്ലി വേറെ തന്നെ ടൈപ്പ് ഓഫ് സെയിലിംഗ് ആണ്. അത് ക്വിക്ക് ആയിട്ടുള്ളൊരു ആക്ഷൻസ് ആണ്. നമ്മളിങ്ങനെ പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റും, ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടും, ആൻഡ് ബോട്ട് ഭയങ്കര കീലായിരിക്കും ആ സമയത്ത്. അപ്പം ഭയങ്കര ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്ട്രഗിൾ ചെയ്യും, നമ്മൾക്ക് സ്ലോ ആണെങ്കിൽ റേസിൽ ഫീൽ ആവും, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി സംഭവിക്കാം. സോ സെയിലിംഗ് ഇഞ്ചുറി പ്രോൺ ആണ് ഫോർ റേസിങ്. ബട്ട് ഇത് സ്ലോ ട്രാവൽ ആണെങ്കിൽ ഇറ്റ്സ് മോർ കാം സെയിലിംഗ്. അപ്പോൾ നമുക്ക് ഇത് വലിച്ച് താക്കാനോ അല്ല, ഇപ്പം കുറേ ഓട്ടോമേഷൻ ഉണ്ട്, ഇലക്ട്രിക്കൽ വിഞ്ചും ഇലക്ട്രിക്കൽ സാധനങ്ങളും ഉണ്ട്. ചുമ്മാ മടിയന്മാരാക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കറയിക്കും. ബട്ട് ഐ ലൈക്ക് മോർ ഓഫ് ഫിസിക്കൽ സെയിലിംഗ്, മാനുവലി നമ്മൾ. എനിക്കിപ്പം കടലിൽ കൂടെ ഇങ്ങനെ കറങ്ങണം എന്നുണ്ടെങ്കിൽ, സർക്കം നാവിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആഗ്രഹം ഉണ്ടെങ്കിൽ ബേസിക് സെയിലിംഗ് പഠിക്കുക. ബോട്ടിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ചെറിയ കുഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ക്രൂ ആയിട്ടൊക്കെ ലൈസൻസ് എടുത്താൽ കുറേയും കൂടി ആൾക്കാർ. സെയിലിംഗ് ലൈസൻസ് ഉണ്ടോ? സെയിലിംഗ് ലൈസൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ IYT, ഇന്റർനാഷണൽ യോട്ട് ട്രെയിനിങ് ലൈസൻസ്, RYA, ASA, ഇതൊക്കെ ഓരോരോ കൺട്രി കൊടുക്കുന്നതാണ്. പക്ഷെ അത് ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ആണ്. ബെസ്റ്റ് കടൽ, ഏറ്റവും നല്ല കടൽ എവിടെയാണ് കണ്ടേക്കുന്നത്? പല ഓഷ്യൻസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ യൂറോപ്പ് സൈഡിലോട്ട് പോയിട്ടില്ല. ഞാൻ മാക്സിമം പോയത് മെഡിറ്ററേനിയൻ, അതായത് ജിബൂട്ടിന്റെ അവിടെ വരെ പോയി. ആക്ച്വലി അന്ന് നമ്മൾ സൗദിയിൽ പോയിട്ട് എക്സിറ്റ് അടിക്കേണ്ടതായിരുന്നു. നമ്മൾ ഓരോ രാജ്യത്തിന്റെയും തീരത്ത് പോയിട്ട് അവിടെ ഇത് ചെയ്യോ, ആങ്കർ ചെയ്യുക, അല്ലെങ്കിൽ ഉള്ളിൽ എൻട്രി ചെയ്തിട്ട് കൺട്രിയുടെ സ്റ്റാമ്പ് എടുത്തിട്ട് ഇമിഗ്രേഷൻ എല്ലാം ക്ലിയർ ചെയ്തിട്ട് അവിടെ നിൽക്കും കുറച്ചാലോ, എന്നിട്ട് ആ കൺട്രി എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെയാണ് വൺ ടൈപ്പ് ഓഫ് ട്രാവൽ. അപ്പോൾ നമ്മൾ സെയിലേഴ്സ് പോണത് തന്നെ അതിനാണ്. അപ്പോൾ നമ്മൾ ആ സെയിൽ ചെയ്ത് ആ കൺട്രി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ജിബൂട്ടിയിൽ ഒരു 1 വീക്ക് ഉണ്ടായിരുന്നു, 1 to 10 days ഉണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് സൗദിയിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ആ സമയത്ത് വിൻഡ് നമ്മളെ ഫേവർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ സമയത്ത് വെയിറ്റിംഗ് വന്നപ്പോൾ ശ്രീനാഥ് ഹാഡ് എക്സാംസ്, ആ ക്യാപ്റ്റൻ്റെ എക്സാം പറഞ്ഞില്ലേ, അപ്പം വി ഹാഡ് ടു ഫ്ലൈ ബാക്ക്. അപ്പോൾ നമ്മൾ മിഷൻ പറഞ്ഞു ശരി നമുക്ക് മേ ബി നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് വി ഹാഡ് ടു കം ബാക്ക്. അതാണ് പ്രോപ്പർ റെഡ് സീയിലേക്ക് പോകുന്ന ഒരു റൂട്ട്. അപ്പം അത് എടുക്കാൻ പറ്റിയില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ റെഡ് സീൽ നമുക്ക് സെയിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ നമ്മുടെ നാട്ടിൽ സെയിലിംഗ് കമ്മ്യൂണിറ്റി വളർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് അമൃതയ്ക്ക്. അപ്പോൾ അമൃതയുടെ കൂടെ ജിബൂട്ടിലേക്ക് ട്രാവൽ ചെയ്ത സെയിലേഴ്സിന്റെ ചെറിയ കുട്ടികൾ ബോട്ടിലുണ്ടായിരുന്നു ഞാൻ കേട്ടു. അപ്പൊ അവര് എനിക്കൊന്ന് ഓൾറെഡി എക്സ്പോസ്ഡ് ആണ്, അതിലാണ് വളർന്നതെന്നുള്ളത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അതാണ് ഹോം. സോ ഫോറിനേഴ്സിനൊക്കെ ഇതൊരു നോർമൽ ലൈഫ്. എത്ര വയസ്സുള്ള കുട്ടികളാണ് അവര്? ബിലോ 12. ഒരാള് എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്. ഒരാള് കടൽ വിഷയമല്ല. അവരൊക്കെ കടലിൽ ചാടണത് കാണണം. അതൊക്കെ അവർക്ക് മീനിനെ പോലെയാണ്. അവര് താഴേക്ക് പോണതും അവര് വെള്ളത്തിൽ വെറുതെ ഫ്ലോട്ട് ചെയ്യണത്. ബിക്കോസ് ജനിച്ചപ്പോൾ തൊട്ട് അതിലാണ്. അവർ 6 വർഷമായിട്ട് അതൊരു ഹോമായിട്ട് സെയിൽ ചെയ്യണം. ഇപ്പോൾ 7th year ദേ ജസ്റ്റ് റീച്ച്ഡ്. അവർ സർക്യൂം നാവിഗേറ്റ് ചെയ്ത് കൊറോണ കാരണം അവർക്ക് 2 വർഷം വേസ്റ്റ് ആയി. അവർ ഓസ്ട്രേലിയയിലും തായ്ലൻഡിലും കുറച്ച് കാലങ്ങളായി സ്റ്റക്കായി. ബട്ട് അപ്പോഴും അവർ ബോട്ട്, വീടെന്ന് പറയുന്നത് ബോട്ടാണ്, അല്ലാതെ കരയിൽ ജീവിച്ചിട്ടില്ല അവർ. അപ്പോൾ അവർക്ക് അവർ മിസ് ചെയ്യണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾസും അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്സും ആയിരിക്കും. പക്ഷേങ്കിൽ അവർക്ക് കടൽ ലൈഫാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അവരത് ഭയങ്കര യൂസ്ഡ് ആണ്. ഹോം സ്കൂളിംഗ് ചെയ്ത് വളർന്ന പിള്ളേരാണ്. അപ്പം പുറത്തുള്ള ആൾക്കാർക്ക് അത് നോർമൽ ഒരു സിനിമയുണ്ട്, ഒരു ഓസ്ട്രേലിയൻ സർക്കം നാവിഗേറ്റർ 16ാം വയസ്സിൽ കടലിൽ പോകുന്നത്. അപ്പൊ എനിക്ക് സെയിലർ അമൃത എന്ന് പറഞ്ഞപ്പോ ആദ്യം അതാണ് ഓർമ്മ വന്നത്. അതെ, എല്ലാവരും എന്നോട് സജസ്റ്റ് ചെയ്ത് കാണണം എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. ഇതുവരെ കാണാൻ സമയം കിട്ടിയില്ല. ഇങ്ങനെ ലോകം ചുറ്റാൻ ആഗ്രഹമുണ്ട് കടലിൽ കൂടെ? ഉണ്ട്, ഫിംഗേഴ്സ് ക്രോസ്ഡ്. അറിയില്ല, എനിക്ക് ആസ് എ മിഷനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണെന്നല്ല, പക്ഷെ എനിക്ക് സ്ലോ ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കപ്പം ഫ്ലൈ ചെയ്ത് പോകുന്നതിലും കൂടുതൽ ഇപ്പം എനിക്ക് യൂറോപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ബോട്ട് എടുത്ത് പോകണമെന്ന്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തായ്ലൻഡിൽ സെയിൽ ചെയ്യണമെങ്കിൽ തായ്ലൻഡ് ടു മലേഷ്യ ടു ഫിലിപ്പീൻസ്, അതൊക്കെ ഒരു ബോട്ട് പോകണമെന്നാണ് എൻ്റെ കൂടുതൽ ആഗ്രഹം. സ്ലോ ആയിട്ട് ആ സ്ഥലത്തെത്തുമ്പോൾ സ്ഥലത്തിനൊരു പ്രത്യേക ഒരു ഭംഗി എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ ഒരു ടൈപ്പ് ഓഫ്. ഏറ്റവും നല്ല ബീച്ചസ് എവിടെയാണ്? സീഷെൽസിൽ അടിപൊളി ബീച്ചസ്. സീഷെൽസ് ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ഐലൻഡാണ്. ശരി, അതൊരു കുഞ്ഞ് ഐലൻഡാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ദുബായിലായിരുന്നു ആ സ്ഥലത്ത് പോണ 2 മാസം മുമ്പ്. ദുബായിലായിരുന്നു 2 മാസം ഉണ്ടായിരുന്നു. 2 മാസം ദുബായിൽ നിന്നിട്ട് ബിൽഡിങ്സ് മാത്രം കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. സീഷെൽസിൽ ലാൻഡ് ചെയ്ത് സീഷെൽസിൽ എത്തിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്. എനിക്ക് ആ ഒരു സ്ഥലം, നമ്മൾ പണ്ടത്തെ കേരളം, എനിക്ക് തോന്നുന്നു ഞാൻ ജനിക്കുന്ന മുമ്പുള്ള കേരളം ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള ചെറിയ
പണ്ടത്തെ കേരളം പച്ചപ്പാണ് കൂടുതൽ. പച്ചപ്പ്, ആ ഒരു ഗ്രീന്, ഇത്രയൊന്നും വീടുകളില്ലല്ലോ. അപ്പോൾ ഇപ്പം നമ്മളെ നാട്ടിലെല്ലാവരും വീടെടുത്തെടുത്തെടുത്ത് പച്ചപ്പ് എനിക്കൊന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക, ചൂട് കൂടിക്കൊണ്ടിരിക്കുക. ഇത് ചൂടുണ്ട് ഈ സ്ഥലത്തും, ഇക്വേറ്ററിന് ക്ലോസറാണ്. പക്ഷേ കേരളത്തിൽ നടന്നു പോയ ഒരു പീസ് പോലെ, പക്ഷെ ബ്ലൂ വാട്ടേഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് ആ ഒരു സ്ഥലം. അവിടെയാണ് ബെസ്റ്റ് ബീച്ച് കണ്ടേക്കുന്നത്. തായ്ലൻഡിലുണ്ട്, പക്ഷെ തായ്ലൻഡിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് കൊമേഴ്ഷ്യലാണ്. ഇത് ടൂറിസ്റ്റ് ആണ്, വെരി എക്സ്പെൻസീവ് കൺട്രി. പക്ഷേ അത്ര ആൾക്കാർ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോ അറിയാത്ത മീനുകളൊക്കെ പിടിച്ച് തിന്നോ? ഞാൻ തിന്നാറില്ല, പക്ഷെ തിന്നാറുണ്ട്. ബോട്ടിൽ എന്ത് കിട്ടിയാലും എനിക്കൊന്ന് കുറെ എക്സ്പീരിയൻസ്ഡ് സെയിലേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാ ഫിഷസിനും അറിയും. ഞാൻ എപ്പോഴും അവിടെ എത്തുന്നുള്ളൂ. ഐ വുഡ് സേ ഐ എം സ്റ്റിൽ ലേണിംഗ്. ദ സീ ബ്രിങ്സ് എറ്റേണൽ ജോയ് എന്നാണ് ഒരു കോട്ട് കടലിനെ കുറിച്ച്. ശരിയാണോ അത്? മേ ബി അതൊക്കെ ആയതുകൊണ്ടായിരിക്കും ഞാൻ ഇതേപോലെ ഇത്ര മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ആ ബെസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അൺഫോർഗറ്റബിൾ മെമ്മറി വെച്ചാൽ എന്ത് പറയും ഇത്രയും കാലത്തെ സെയിലിങ്ങിനിടയിൽ? In a good way or a bad way? Both. Unforgettable, that night sailing where I സ്കോളിൽ സ്റ്റക്ക് ആയി. അതാണ് അൺഫോർഗറ്റബിൾ ഡേ. അതായിരുന്നു ഞാൻ റീതിങ്ക് ചെയ്തത്, ഇതെനിക്ക് പറ്റുമെന്ന്. അത് വൺ ബെസ്റ്റ് ഫസ്റ്റ് ടൈം ഞാൻ വെയിലിൽ കണ്ടപ്പോൾ അതായിരുന്നു എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ്. അന്ന് രാത്രി കണ്ടിട്ടില്ലല്ലോ, നെക്സ്റ്റ് ദിവസം കണ്ടു. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസസ് വാസ് സെയിലിംഗിൽ. ഷിപ്പിൽ ഡോൾഫിനൊക്കെ കണ്ടു കഴിഞ്ഞാലും ഭയങ്കര ദൂരം, ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് സാധനം ആയതുകൊണ്ട് അതൊക്കെ ചെറുതാണ്. സെയിൽ ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവികളായിട്ട് ഭയങ്കര അടുത്താണ്, വെള്ളത്തിന്റെ സർഫേസിന് ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ സംഭവം എന്താ പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഇവർ പറഞ്ഞു ഡോൾഫിൻ ഡോൾഫിൻ എന്ന് പറഞ്ഞ പിള്ളേർ ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഡോൾഫിൻസിന് നമ്മുടെ ബോട്ടിന്റെ സ്പീഡിന് ഇങ്ങനെ നമ്മുടെ കൂടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ചാടി ചാടി നമ്മളെ വെയിൽ കൂടെ തന്നെ. അപ്പൊ നമ്മളെ ഫ്രണ്ടില് കാറ്റമറാന്റെ ഫ്രണ്ടില് ഒരു ഏരിയ ഫുൾ നെറ്റാണ്. അപ്പൊ നെറ്റ് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ താഴെ കൂടി ഡോൾഫിൻസ് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോവാ. അപ്പം സോ വെൻ വി ജസ്റ്റ് പുട്ട് ആ ഹെഡ് ഔട്ട്, റീച്ചബിൾ ഡിസ്റ്റൻസിലാണ് ഡോൾഫിൻസ്. കാരണം അത് നമ്മുടെ കൂടെ ആ ഒരു വേവിനനുസരിച്ച് ഇങ്ങനെ വരുന്നത്. അത് വാസ് വെരി എക്സൈറ്റിംഗ്. എനിക്ക് അതിന്റെ പിക്ചർ ഉണ്ട് എൻ്റെ കയ്യിൽ, അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതിന് ദേ ആർ ലൈക്ക് ഫൺ ലവിങ് ആനിമൽസ്. അപ്പം ഹ്യൂമൻസിനായിട്ട് കുറച്ചും കൂടി കണക്ഷൻ വരുന്ന ഒരു ആനിമൽ ഡോൾഫിൻസ് ആണ്. പിന്നെ അവർക്ക് ആ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വേവ് ഇഷ്ടമാണ്. സോ ദേ ആർ പ്ലേയിങ് അറൗണ്ട്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കടലില് ഇപ്പം റഫ് സീല് മഴ ഭയങ്കര മഴയായിരിക്കും. മഴ വീണമെന്നില്ല റഫ് ആവാൻ, മഴ ഇല്ലാത്തപ്പോഴും റഫ് സീ ഉണ്ടാവും. കടലിലെ മഴ രസമാണോ? അങ്ങനത്തെ രസമുള്ള മഴ ഭയങ്കരം കടലിലെ മഴ എനിക്ക് കടലിൽ ഏറ്റവും ഇഷ്ടം മഴയുള്ളൊരു സമയമായിരിക്കും. നമ്മൾ തായ്ലൻഡ് സെയിലിംഗ് ചൂസ് ചെയ്തത് ഒരു മൺസൂൺ എൻഡ് ചെയ്യുന്ന ഒരു സീസണാണ്. എന്നാൽ ഭയങ്കര മഴയല്ല, എന്നാൽ മഴയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ബാച്ച് സെയിൽ ചെയ്തപ്പോൾ മൗണ്ടൻ ബീച്ചിന്റെ കൂടെ സെയിൽ ആൾക്കാരെ കൊണ്ടുപോയി. ഫസ്റ്റ് ബാച്ച് സെയിൽ ചെയ്തപ്പം നല്ല മഴയായിരുന്നു. നമ്മളെല്ലാവരും എപ്പോഴും മഴയായിരുന്നു. നമ്മളെപ്പോഴും ഡ്രസ്സ് വരെ മാറ്റിയിട്ടുണ്ടാവില്ല. ബിക്കോസ് കടലിലിറങ്ങും, തിരിച്ചു കയറും, മഴ നനയും, അടുത്ത കടലിലിറങ്ങും, മഴ നനയും. എന്താ വ്യത്യാസമുണ്ടോ കടലിലെ മഴയും? കടലിലെ മഴയ്ക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിറങ്ങുമ്പോൾ ഒരു രസം. കടലോളം ചോദിക്കാണ്ട് നമുക്ക്, പക്ഷേ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഞങ്ങളെ കടലിൽ കൂടെ സെയിൽ ഇതുപോലെ ഉള്ള എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നതിന്. താങ്ക് യു സോ മച്ച് കടലിൽ കൂടെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അമൃത, എന്താണ് വാട്ട് ഈസ് യുവർ ഡ്രീം എന്ന് വെച്ചാൽ എന്ത് പറയും? ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? സെയിൽ മോർ, ബി എ ബെറ്റർ സെയിലർ. ഓക്കെ, കടലിൽ കൂടെ ലോകം ചുറ്റാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് അമൃത. താങ്ക് യു സോ മച്ച്. സെയിലിംഗ് അമൃതയിലും കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാം അല്ലേ? യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് രാഫി.